ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ് എൻട്രൻസിൻ്റേത്. നമ്മളിങ്ങനെ റെഗുലറായിട്ട് എൻട്രൻസ് ക്ലാസ്സുകൾ തരുന്നുണ്ട്, കുട്ടികളൊക്കെ കുറേ കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും എൻട്രൻസിൻ്റെ എക്സാമൊക്കെ എഴുതാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് കുറേ ഇരുന്ന് പഠിക്കും. പക്ഷെ നമുക്കൊരു എൻട്രൻസ് ബേസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇവനെ നേടിയെടുക്കാൻ സാധാരണ പറ്റില്ല. ഇത് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട്, അതും റെഗുലറായിട്ട് ഇത്ര ടൈം, അതുപോലെ നല്ല ബുദ്ധിമുട്ടുള്ള പ്രോബ്ലങ്ങളെയൊക്കെ ചെയ്ത് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻട്രൻസ് പ്രോബ്ലങ്ങളെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അല്ല നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ഈ എക്സാമിന് വേണ്ടി ആ പഠിത്തം ഒരിക്കലും എൻട്രൻസിന് പ്രയോജനം ചെയ്യില്ല. ഇതിനുവേണ്ടി നിങ്ങൾ ടൈം മാറ്റി വെക്കണം, ഇതിനു വേണ്ടിയുള്ള ചോദ്യങ്ങളെ സെലക്ട് ചെയ്യണം, അതിനുവേണ്ടി പഠിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ മുമ്പ് എഴുതുന്നത് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാപ്റ്ററിലെ 2 ചോദ്യങ്ങളാണ്. മുഴുവനും ഫോർമുല ബേസ്ഡ് ആണ് ട്രിഗണോമെട്രി. ചിലത് ട്രിക്സുകളും ഉണ്ട്. അല്ലാതെ നമുക്ക് ചുമ്മാ ചെയ്യുക എന്നുള്ള പരിപാടി ട്രിഗണോമെട്രിയിലില്ല. എല്ലാ ഫോർമുലാസുകളും. അപ്പോൾ നമുക്ക് ഈ ഫോർമുലാസുകളൊന്നും നമ്മൾ പഠിക്കാത്ത ഒത്തിരി ഉപയോഗിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഈ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ള ആ ഫോർമുലാസുകളൊന്നും തികയില്ല. പുതിയ പുതിയ ഫോർമുലാസുകൾ പഠിച്ചെങ്കിൽ മാത്രമേ അത് എൻട്രൻസിലാകുമ്പോൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ റിസൾട്ട്, ഇങ്ങനെ കണ്ട ഇങ്ങനെ എഴുതണം, അങ്ങനെ കണ്ട അങ്ങനെ എഴുതണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിയിലുള്ള ക്ലാസ്, മെറ്റീരിയൽസ് എല്ലാം തന്നുള്ള ക്ലാസ്സാണ്. ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്കുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ സോൾവ്ഡ്, അതാണ് നിങ്ങൾക്ക് തരുന്നത്. അത്രയും കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അത്രയും കൊണ്ട് നിങ്ങൾക്ക് ഏത് എക്സാമിന് പോയാലും ഏറ്റവും നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുക. വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് 8θ ഈസ് ഈക്വൽ ടു. ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, ഏതോ ഒരെണ്ണം കറക്റ്റാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും ഏകദേശം സിമിലറായിട്ടാണ് കിടക്കുന്നത്. നമുക്കപ്പോൾ അത് ഇതിനെ ചെയ്ത് നോക്കാം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നണമല്ലോ, എന്തെങ്കിലും ഒന്ന് മാറ്റി എഴുതണമല്ലോ. ഇവിടെ നിന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് മാറ്റി എഴുതാൻ നമുക്ക് എവിടെ നിന്ന് തോന്നും? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല എന്ന് പഠിപ്പിക്കുകയാണ്. 1 പ്ലസ് കോസ് 2a. ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ട്രിഗണോമെട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല ഇതാണ്. 1 പ്ലസ് കോസ് 2a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ a എന്നാണ്. 1 പ്ലസ് കോസ് 2a ഈക്വൽ 2 കോസ് സ്ക്വയർ a. ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് കേട്ടോ മോനെ. ഇവിടെ 2a, അപ്പോൾ ഇവിടെ എത്രയാണ്? 2 കോസ് സ്ക്വയറിനുള്ളിൽ എത്രയാണ്? a. 1 പ്ലസ് കോസ് 2നുള്ളിൽ കൊണ്ടോ 2a വന്നപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ മോനെ, ഇതിനുള്ളിൽ ആരാണോ അയാളുടെ പകുതിയാണ് 2 കോസ് സ്ക്വയറിനുള്ളിൽ എഴുതേണ്ടത്. 1 പ്ലസ് കോസിനുള്ളിൽ എത്ര a ഉണ്ടോ അതിൻ്റെ പകുതി a വേണം 2 കോസ് സ്ക്വയറിനുള്ളിൽ എഴുതാൻ. ഇവിടെ 2a വന്നപ്പോൾ ഇവിടെ എത്രയാണ്? a. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് കോസിനുള്ളിൽ 10a വന്ന 2 കോസ് സ്ക്വയറിനുള്ളിൽ 5a. അതുപോലെ 1 പ്ലസ് കോസ് സ്ക്വയറിനുള്ളിൽ 100a, 100a ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയറിനുള്ളിൽ 50a. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് കോസിനുള്ളിൽ 50a വന്നു കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയറിനുള്ളിൽ 25a എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഇതിനുള്ളിൽ എഴുതുന്നതിൻ്റെ പകുതിയായിരിക്കണം 2 കോസ് സ്ക്വയറിനുള്ളിൽ. ഓക്കെ ആണല്ലോ, പകുതിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 പ്ലസ് കോസ് 8θ ആണ്. 1 പ്ലസ് കോസ് 8θ, 1 പ്ലസ് കോസ് 2a ഫോർമുല. അങ്ങനെയാണെങ്കിൽ 2 കോസ് സ്ക്വയറിനുള്ളിൽ എന്താ എഴുതേണ്ടത്? പകുതി തീറ്റ, 2 കോസ് സ്ക്വയർ 4θ. ഓക്കെ, ഇവിടെ 8θ ആയപ്പോൾ 4θ, 10θ ആണെങ്കിൽ 5θ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്. ഓക്കെ, 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ്. ഈ 2 എഴുതിയ ശേഷം വേണം ഇവിടം തൊട്ടാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 1 പ്ലസ് കോസ് 8θ ഈസിക്കലി 2 കോസ് സ്ക്വയർ 4θ. അപ്പോൾ അങ്ങോട്ട് എഴുതുകയാണ് 2 കോസ് സ്ക്വയർ 4θ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2 എഴുതി, റൂട്ട് ഓഫ് 2 എഴുതി, പ്ലസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 4 അല്ലേ? 2 ഇൻറ്റു 2 4 കോസ് സ്ക്വയർ 4θ എന്ന സ്റ്റെപ്പായി. ഓക്കെ, 4 കോസ് സ്ക്വയർ 4θ. റൂട്ട് എടുക്കാം. 4ന് റൂട്ടുണ്ട്, കോസ് സ്ക്വയർ ഉള്ളതുകൊണ്ട് അവിടെ റൂട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് 4 കോസ് സ്ക്വയർ 4θയുടെ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് 2, കോസ് സ്ക്വയർ 4θയുടെ കോസ് എത്രയാണ്? 4θ. ഓക്കെ, കോസ് സ്ക്വയർ 4θ ആണ്, പുറത്തെടുക്കുമ്പോൾ കോസ് 4θ. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈ റൂട്ടിനുള്ളിൽ 2 പ്ലസ് 2. അപ്പോൾ ഇവിടുന്ന് 2നെ നമുക്ക് എന്തെടുക്കാം? കോമൺ എടുക്കാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2നെ കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് കോസ് 4θ എന്നായി. ശരിയല്ലയോ?
2 + 2 cos 4 θ 2നെ കോമൺ എടുത്താൽ 1 + cos 4 θ. പിന്നെ നമ്മുടെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ മോനെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √2 പ്ലസ് √2 ഇൻറ്റു ഇട്ട ശേഷം 1 + cos 4 θ. എളുപ്പം പറ, 2 cos square 2 θ. ഓക്കെ, ഇവിടെ 4 θ ആയതുകൊണ്ട് 2 cos square 2 θ എന്നായി. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ √2 പ്ലസ് ഒന്ന് ശ്രദ്ധിച്ചേ, 2 × 2 എത്ര? 4 cos square 2 θ. അപ്പോൾ 4 cos square 2 θ എന്ന റൂട്ടിനുള്ളിൽ 4 cos square 2 θയ്ക്ക് റൂട്ട് എടുക്കുമ്പോൾ 2 cos 2 θ എന്നായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനൊരു സ്റ്റെപ്പ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഈ 2 × 2 4 ആവുന്നതിൻ്റെ റൂട്ട് ഇങ്ങനെ എടുത്തേക്കുവാണേ. പിന്നെ cos സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ cos 2 θ. പിന്നെ നമുക്ക് 2 കോമൺ എടുക്കാൻ മോനെ, ദാറ്റ് ഈസ് 2 × √2 × 1 + cos 2 θ. ഓക്കെ, ദാറ്റ് ഈസ് 2 × √1 + cos 2 θ. കറക്റ്റ് 1 + cos 2 ഫോം. അങ്ങനെയാണെങ്കിൽ എന്താണ്? 2 cos square എന്നാണ്. അപ്പോൾ 1 + cos 2 θ എത്രയാണ്? 2 cos square θ. ഓക്കെ, ദാറ്റ് ഈസ് 2 cos square θ. അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഇവിടോട്ട് ആൻസർ എഴുതുകയാണ്. ദാറ്റ് ഈസ് √2 × 2 എത്രയാണ്? 4 cos square θ. ഓക്കെ, 4 cos square θയുടെ റൂട്ട് എടുക്കുമ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണല്ലോ. cos square θയുടെ റൂട്ട് cos θ. ആൻസർ ഈസ് 2 cos θ. ഓക്കെ, ഇതാണ് നല്ലൊരു പ്രോബ്ലമാണ്. ഇങ്ങനെയൊക്കെയുള്ള സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ് പഠിക്കണം. റിസൾട്ടിനെ ഉപയോഗിക്കാനുള്ള ലോജിക്ക് പഠിക്കണം. അല്ല, റിസൾട്ട് മാത്രമല്ല, റിസൾട്ടിന് ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ലോജിക്ക് എന്താടാ. അതുകൊണ്ട് ഒരു റിസൾട്ട് പഠിക്കുന്നതുകൊണ്ട് മറ്റുള്ളതിനെല്ലാം ഉപയോഗിക്കാൻ പഠിക്കണം. അല്ലാതെ ആ റിസൾട്ട് കൊണ്ട് തീർന്നു എന്നുള്ളതാവരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, അതും മറ്റൊരു റിസൾട്ട് ബേസ്ഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചോണം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാല്യൂ ഓഫ് tan 22.5 ഡിഗ്രി. tan 22.5 ഡിഗ്രിയുടെ ആൻസർ ഇതിനുള്ളിൽ ആരാണ്? നമ്മൾ സാധാരണ നേരെ ചൊവ്വേ തന്നെ tan 45, tan 60 അല്ലെങ്കിൽ sin 30 എന്നൊക്കെ പറഞ്ഞാൽ ചോദിച്ചാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴേ 22.5 പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് ഇയാളും ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചിരിക്കുക. tan A അല്ലെങ്കിൽ tan തീറ്റ എന്ന് കണ്ടാൽ നമുക്ക് കണ്ടോ, tan തീറ്റ ഫോമിലുണ്ട്. ഇയാളൊരു തീറ്റയായിട്ട് എടുത്താൽ ഇയാൾക്ക് പകരം ഒരു ആൻസർ എഴുതാം. 1 - cos 2 θ ഡിവൈഡഡ് ബൈ sin 2 θ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. tan തീറ്റ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 1 - cos 2 θ ബൈ sin 2 θ. കണ്ടോ, ഇവിടെ തീറ്റയാണ്. കണ്ടോ, ഇവിടെ എല്ലാം എത്രയാണ്? 2 തീറ്റകളാണ്. കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ 1 - cos 2 θ ബൈ sin 2 θ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ tan തീറ്റയ്ക്ക് തുല്യമാണ്. അപ്പോൾ tan തീറ്റയ്ക്ക് പകരം അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റയ്ക്ക് ഞാൻ 22.5 ഡിഗ്രിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? tan 22.5 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 1 - cosനുള്ളിൽ എത്ര തീറ്റ മോനെ? 2 തീറ്റ. ദാറ്റ് മീൻസ് ഡബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ വന്നപ്പോൾ ഇവിടെ 2 തീറ്റ. അപ്പോൾ ഇവിടെ എന്ത് വന്നാലും അതിൻ്റെ ഡബിൾ എഴുതണം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10 തീറ്റ വന്നാൽ ഇവിടെ 20 തീറ്റ, ഇവിടെ 30 തീറ്റ വന്നു കഴിഞ്ഞാൽ ഇവിടെ 60 തീറ്റ. അങ്ങനെയാണെങ്കിൽ 22.5 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 45. ക്ലിയർ അല്ലേ? 22.5 ആണെങ്കിൽ 45 ഡബിൾ എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 - cos എത്ര വരും നോക്കിക്കേ. ഈ 22.5ൻ്റെ ഡബിൾ ദാറ്റ് ഈസ് 45. ഇവിടെയും കണ്ടോ 2 തീറ്റ ഉണ്ട്. ഇതിൻ്റെ ഡബിളാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ സൈനുള്ളിലും എത്രയാണ്? 45. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. എങ്ങനെയാണ് tan തീറ്റ വന്നതെന്ന് കണ്ടോ. 1 - cos 2 θ എന്ന് പറഞ്ഞാൽ 2 sin square തീറ്റയാണ്. ഓക്കെ, sin 2 θ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 sin θ cos θ. 2 ക്യാൻസൽ, ഒരു സൈനും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി sin by cos becomes tan. ക്ലിയർ? ഓക്കെ, അപ്പം 1 - cos 45 ഡിവൈഡ് ബൈ sin 45 അങ്ങോട്ട് വാല്യൂസ് അങ്ങോട്ട് കൊടുക്കുക. 1 - cos 45 ഈസ് 1/√2 ബൈ 1/√2. ആൻസർ വരുമ്പോൾ ഇവിടെ അങ്ങോട്ട് എൽസി എടുക്കുമ്പോൾ √2 - 1/√2 ഡിവൈഡഡ് ബൈ 1/√2ൻ്റെ √2 എട്ടിപ്പോയ ശേഷം ബാക്കി √2 - 1 ഈസ് എ ഫൈനൽ ആൻസർ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളായിരുന്നു. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ സ്പീഡിലൊക്കെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ആ സ്പീഡിൽ എത്തണം. അല്ല വളരെ പതുക്കെ ആങ്ങിത്തൂങ്ങി എന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തത്തില്ല. നമ്മൾ ഏറ്റവും മുന്നിലെത്തണമെങ്കിൽ ഏറ്റവും സ്പീഡിൽ ഓടണം, ഏറ്റവും സ്പീഡിൽ പഠിക്കണം. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിസൾട്ടുകൾ എല്ലാം കൂടെ ചേരുന്നതാണ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.